ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതായ വെള്ളയപ്പം എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുമെന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഞാൻ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് പച്ചരിയാണ്. അത് നന്നായിട്ട് കഴുകി ഒരു 4-5 മണിക്കൂർ നമ്മളിത് കുതിർത്താൻ വെക്കണം. ശേഷം നമുക്കിത് മഷി പോലെ അരച്ചെടുക്കാനുണ്ട്. ജാറിലേക്ക് ഇട്ടിട്ട് അതിൽ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്കിത് മഷി പോലെ അരച്ചെടുക്കാം. അതൊരു വലിയ പാത്രത്തിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു 2 കയ്യിൽ മാവെടുത്ത് നമ്മൾ ചായപാത്രമോ സോസ് പാനോ ഏത് വേണമെങ്കിലും അതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഈ ഒരു പ്രോസസ്സിനെ കപ്പി കാച്ചണത് എന്ന് പറയും. ഓരോ റീജിയനിലും ഓരോ പേരാണ്, എനിക്കറിയത്തില്ല അതെങ്ങനെയാണ്. ഞങ്ങളിവിടെ ഇങ്ങനെയാണ് പറയുക. കുറുകിയതിന് ശേഷം അത് തണുക്കാൻ വെക്കാം. പിന്നെ ഇനിയൊരു പ്രോസസ്സ് ഇതിലേക്ക് ഉണ്ട്. ഞാൻ 1 കപ്പ് അരിക്ക് 1/2 മുറി തേങ്ങ, ചെറിയ തേങ്ങ, പിന്നെ കപ്പി കാച്ചിയ മാവും, പിന്നെ നമ്മൾ ചോറ് സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ചോറും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ച് 1/2 സ്പൂൺ ഡ്രൈ ഈസ്റ്റ്, ആക്റ്റീവ് ഈസ്റ്റും 1.5 സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്നും കൂടി നന്നായി അരച്ചതിന് ശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ച മാവിലേക്ക് ഇതും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് ഫോമെൻറ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഓവർനൈറ്റാണ് വെക്കുന്നത്. ശരിക്കും ഓവർനൈറ്റിന് ആവശ്യമില്ല. ഒരു ഡ്രൈ ആക്റ്റീവ് ഈസ്റ്റ് ആയ കാരണം 2-3 hours മാവ് പൊങ്ങി വരും. പക്ഷെ ഞാൻ ഓവർനൈറ്റ് പ്രിഫർ ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അപ്പം ചുടാൻ തുടങ്ങാം. ഞാനിവിടെ അപ്പച്ചട്ടിയാണ് എടുത്തേക്കുന്നത്, നോൺ സ്റ്റിക്കിൻ്റെ. അപ്പം എളുപ്പം വരും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. മാവ് ഒഴിക്കുക, ചുടുക, അടച്ചു വെക്കുക, 2 മിനിറ്റിൽ അപ്പമായി. ഞാനിത് മുട്ടക്കറിയോടൊപ്പം സെർവ് ചെയ്യുന്നു. ട്രൈ ചെയ്ത് അറിയിക്കണം. ബൈ.